സർക്കുലർ പിരമിഡ് വൃത്തസ്തൂപികയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ SCERT ക്വസ്റ്റ്യൻ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. A circle is cut into 12 sectors. From these, one sector is taken and rolled up to form a cone. What is the ratio of the base radius and slant height of the cone? ഒരു വൃത്തത്തെ 12 വൃത്താംശമായി ഭാഗിക്കുന്നു. ഒരു വൃത്താംശം സ്തൂപികയാക്കി മാറ്റി ഇതിൻ്റെ പാദത്തിൻ്റെ ആരവും ചരിവ് ഉയരവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. ഒരു വൃത്തം ഇതിനെ 12 വൃത്താംശമാക്കി ഭാഗിക്കുന്നതാണ്. ഓക്കെ, 12 വൃത്താംശമാക്കി ഭാഗിക്കുന്നു. ഇങ്ങനെ ഭാഗിക്കുന്നു. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, 12 വൃത്താംശമായി ഭാഗിക്കുകയാണ്. ഇതിൽ ഇങ്ങനെ 12 ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മുഴുവൻ ഒരു വൃത്തത്തിന് ചുറ്റുമുള്ള കോണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണിൻ്റെ അളവ് എല്ലാം കൂടി ചേർത്ത് 360 ഡിഗ്രി ആവും. അപ്പോൾ ഈ ഒരു വൃത്താംശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 360/12 ആണ്. തീറ്റ കാണാൻ കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ. ഓക്കെ, സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് പറയുന്നത് 360/12 ആണ്. 30 ഡിഗ്രി എന്ന് കിട്ടും ഇവിടുത്തെ കേന്ദ്രകോൺ. ഓക്കെ, 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ 30 ഡിഗ്രി കേന്ദ്രകോൺ വരുന്ന ഒരു വൃത്താംശമാണ് നമ്മൾ സ്തൂപികയാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമായിട്ട് ഇങ്ങോട്ട് വരച്ച് അത് മാത്രമായിട്ട്, ഇതാണ് വൃത്താംശം. ഇത് 30 ഡിഗ്രിയാണ്. ആരം ക്യാപിറ്റൽ R എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനെയാണ് എന്താക്കി മാറ്റുന്നത്? അതിനെ ഒരു സ്തൂപികയാക്കി മാറ്റുകയാണ്. കോൺ, വൃത്തസ്തൂപിക, കോൺ, വൃത്തസ്തൂപികയാക്കി മാറ്റുന്നു. വൃത്തസ്തൂപിക ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ചരിഞ്ഞ അല്ലെങ്കിൽ ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ പാർശ്വോന്നതിയാണ്. പാർശ്വോന്നതി മീൻസ് ചരിവ് ഉയരമാണ്. ഓക്കെ, അപ്പോൾ എല്ലാണിത്. L = R എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള അംശബന്ധം ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ചാപത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു, ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ഏതിനോട് സെയിം ആണ്? ബേസ് പെരിമീറ്റർ. ബേസ് പെരിമീറ്ററിനോട് സെയിം ആണ്. ആർക്ക് ലെങ്ത് കാണുന്നത് 30, ഇവിടുത്തെ കേന്ദ്രകോൺ 30/360 × 2π വലിയ R എന്നാണ്. ഇവിടുത്തെ ആരം വലിയ R ആണ്. ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ 2π സ്മോൾ R. ഇതിൻ്റെ ആരം സ്മോൾ ലെറ്റർ R ആയിട്ട് എടുത്താൽ 2π ക്യാൻസൽ ആവും. അപ്പം 30, ഇത് 3 36 ഹരിക്കുമ്പോൾ താഴെ 12 വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ R/12 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, ക്യാപിറ്റൽ R/12 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ R ആണ്. നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള അംശബന്ധം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 12 സ്മോൾ r എന്ന് കിട്ടും. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ L ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ 12 R എന്നാവും. അപ്പോൾ ഈ R കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ L/R ഈസ് ഈക്വൽ ടു 12/1 എന്ന് കിട്ടും. Therefore L ഈസ് ടു R, സ്ലാൻഡ് ഹൈറ്റ് ഈസ് ടു ബേസ് റേഡിയസ് ഈസ് ഈക്വൽ ടു 12:1 എന്ന് കിട്ടും. ചരിവ് ഉയരവും പാദത്തിൻ്റെ ആരവും, പാദത്തിൻ്റെ ആരവും ചരിവ് ഉയരവും എന്നാണ്. പാദത്തിൻ്റെ ആരവും ചരിവ്, അപ്പോൾ ഇത് തിരിച്ചിടാം. ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. therefore R/L എന്ന് പറയുന്നത് 1:12 എന്ന് കിട്ടും. ഓക്കെ, a sector is rolled up to make a cone. If the slant height of the cone is 2 times the radius, what is the central angle of the sector? ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്താംശം വളച്ച്, ഇതാണ് വൃത്താംശം, സെക്ടർ, ഇത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുവാണ്. ഓക്കെ,
ഇങ്ങനെ വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഇവിടുത്തെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് വൃത്താംശത്തിൻ്റെ ആരം ക്യാപിറ്റൽ ആർ എന്ന് എടുക്കുക. ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെന്നും ഇതിൻ്റെ ആരം സ്മോൾ ലെറ്റർ ആർ എന്നും എടുത്താൽ നമുക്കറിയാവുന്ന കാര്യം ഇതിൻ്റെ ആർക്ക് ലെങ്ത് ബേസ് പെരിമീറ്റർ ആണ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ ആർക്ക് ലെങ്ത് കാണുന്നത് തീറ്റ ബൈ 360 ഇൻറ്റു 2π. ഇവിടുത്തെ ആരം ക്യാപിറ്റൽ ആർ ആണ്, ഇവിടുത്തെ ബേസ് പെരിമീറ്റർ 2π സ്മോൾ ആർ ആണ്. അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഈ സെൻട്രൽ ആംഗിൾ ബൈ 360, ഈ തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ ബൈ 360 എന്ന് പറയുന്നത് ഇവിടുത്തെ സ്മോൾ ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ് ഓഫ് കോൺ ബൈ റേഡിയസ് ഓഫ് സെക്ടർ. ഇങ്ങനെ എഴുതാം. ഇത് സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ഈ ക്യാപിറ്റൽ ആറിനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരാം. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ബേസ് റേഡിയസ് ആണ്, ക്യാപിറ്റൽ ആർ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. എന്താണ്, സെൻട്രൽ ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബേസ് റേഡിയസ് ഓഫ് കോൺ, അതായത് വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരം ബൈ വൃത്താംശത്തിൻ്റെ ആരം എന്നാണ്. ഓക്കെ, ഇനി ഈ വൃത്താംശത്തിൻ്റെ ആരം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു റിസൾട്ടായിട്ട് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഹരിച്ചാൽ അപ്പോൾ പല ചോദ്യങ്ങളും നമുക്ക് ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്, കേന്ദ്രകോൺ സെൻട്രൽ ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ തീറ്റ ബൈ 360 ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊടുക്കുന്നു. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് ആണ്, എൽ എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു എൽ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ, ഇനി എൽ എന്താണ്, ആരത്തിൻ്റെ ഇരട്ടിയാണ് ചരിവ് ഉയരം. എൽ എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ താഴത്തെ എല്ലിന് പകരം 2r എന്ന് കൊടുത്താൽ ഇത് വെട്ടിപ്പോവും. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 2 ഇൻറ്റു തീറ്റ, 2 തീറ്റ ഈസ് ഈക്വൽ ടു 360 എന്ന് കിട്ടും. തീറ്റയുടെ വാല്യൂ 360/2 എന്നാണ്, 180 ഡിഗ്രി എന്ന് കിട്ടും. സോ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, എ കോൺ ഈസ് മെയ്ഡ് ബൈ ബെൻഡിങ് എ സെമി സർക്കിൾ. ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്? പാദത്തിൻ്റെ ആരവും ചരിവ് ഉയരവും തമ്മിലുള്ള ബന്ധം എന്ത്? അടുത്ത ചോദ്യം, വൃത്തസ്തൂപികയുടെ ശീർഷവും പാദത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളും ചേർത്തൊരു ത്രികോണം വരച്ചാൽ അത് സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് the triangle formed by joining the apex of the cone to the ends of the diameter of the base is an equilateral triangle. അതായത് നമ്മളിങ്ങനെ ഈ ഡയമീറ്ററിൻ്റെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ എന്ന് പേര് കൊടുക്കാം, ABC ഒരു സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അർദ്ധവൃത്തം വളച്ചാണ് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അർദ്ധവൃത്തം ഈ അർദ്ധവൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്. അത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഓക്കെ, വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആരം എന്താണോ അതായിരിക്കും ഇവിടുത്തെ പാർശ്വനിധി. L is equal to R ആണ്. ഇവിടുത്തെ കേന്ദ്രകോണം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. നമുക്ക് കേന്ദ്രകോണം എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360, സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു പാദത്തിൻ്റെ ആരം ഡിവൈഡഡ് ബൈ പാർശ്വനിധി എന്നാണ്. അല്ലെങ്കിൽ പാർശ്വനിധി എന്ന് പറയുന്നത് ഈ സെക്ടറിൻ്റെ ആരം എന്നാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്രകോൺ 180 ആണ്. 180 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എത്രയാണ്? L ആണ്. ഓക്കെ, അപ്പോൾ 180 360 ഹരിച്ചാൽ 2 കിട്ടും. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 2r ഈസ് ഈക്വൽ ടു L എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്? ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ കിട്ടും. ഒന്നാമത്തതിൻ്റെ ആൻസർ ഇതാണ്. ബേസ് റേഡിയസിൻ്റെ ഇരട്ടിയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം. L is equal to 2R. ഇനി രണ്ടാമത്തതിൻ്റെ ആൻസർ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്കിപ്പോൾ കിട്ടിയത് BC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, വ്യാസം ഡയമീറ്റർ ഈസ് ഈക്വൽ ടു BC ആണ്, അത് 2R ആണ്. ഓക്കെ, ഇനി AC എന്ന് പറയുന്നത് L ആണ്. നമ്മളിപ്പോൾ എഴുതിയ L is equal to 2R എന്നാണ്. അപ്പോൾ BCയും നീളം AC നീളം, അതേപോലെ തന്നെ AB എന്ന് പറയുന്നതും 2R ആണ്. therefore AB is equal to 2R. therefore triangle ABC മൂന്ന് വശവും തുല്യമാണ്. 2R. triangle ABC is an equilateral triangle. സമഭുജ ത്രികോണം, equilateral triangle. ഓക്കെ, സമഭുജ ത്രികോണമാണെന്ന് കിട്ടും. The radius of a cylinder made by wax is 6 cm and its height is 8 cm. Okay. A cone of maximum size is carved out from this cylinder. സിലിണ്ടർ ആകൃതി നമ്മൾ നേരത്തെ ഈ ടൈപ്പ് ചോദ്യം ചെയ്തതാണ്. ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഈ മെഴുക് കൊണ്ടുണ്ടാക്കിയതിൽ നിന്നും ഒരു കോൺ ഉണ്ടാക്കുവാണ്, വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഉന്നതി എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ അതിൻ്റെ വക്രതല പരപ്പളവ് എത്രയാണെന്നാണ്. വക്രതല പരപ്പളവ് അതിന് കാണുന്നതിന് നമുക്ക് L² കാണാം. L² is equal to H² plus R², that is 8² plus 6², 64 plus 36, 100 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ L√100 ആണ്, 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ CSA കാണുന്നത് πRL ആണ്, ദറ്റ് ഈസ് പൈ ഇൻറ്റു ആരം 6 × 10, 60 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എ പാർട്ട്. ഇനി രണ്ടാമത്തത്, മിച്ചമുള്ള മെഴുക് ഉപയോഗിക്കുക. അപ്പോൾ മിച്ചമുള്ള മെഴുക് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണുക, പിന്നെ കോണിൻ്റെ വ്യാപ്തം കാണുക, മൈനസ് ചെയ്യുക. അപ്പോൾ മിച്ചമുള്ള ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ്, അതിൻ്റെ ബി പാർട്ടാണ്, വോളിയം ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് πr² ആണ്. π × 6² × 8, ദറ്റ് ഈസ് π × 36 × 8. 36 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 × 8 288, 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് വോളിയം ഓഫ് സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. ഓക്കെ, വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ വ്യാപ്തം സമം 1/3 πr²h, ദറ്റ് ഈസ് 1/3 ഇൻറ്റു πr²hൻ്റെ വാല്യൂ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട് 288 പൈ എന്നാണ്. അപ്പോൾ എത്ര കിട്ടും? 288 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ അത് 288 ബൈ 3 27, 18 ആകുമ്പോൾ 6, 18, 96 പൈ എന്ന് കിട്ടും. 96 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് കോൺ. അപ്പോൾ ഇനി മിച്ചമുള്ളത് കാണാനായിട്ട്, കോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ മിച്ചമുള്ളത് കാണാൻ ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, വോളിയം ഓഫ് റിമൈനിങ് വാക്സ്, വോളിയം ഓഫ് റിമൈനിങ് വാക്സ് എന്ന് പറയുന്നത് 288 പൈയിൽ നിന്ന് 96 പൈ കുറയ്ക്കുക. 288 മൈനസ് 96, 2, 9, 192. ഓക്കെ, ഈക്വൽ ടു 192 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് റിമൈനിങ് വാക്സ്. ഇതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കണമെന്നാണ്. എന്താണ്? 1 സെൻറ്റിമീറ്റർ റേഡിയസും 8 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള എത്ര സിലിണ്ട്രിക്കൽ ക്യാൻഡിൽ,
വോളിയം ഓഫ് റിമൈനിങ് വാക്സ്, മിച്ചമുള്ള മെഴുകിൻ്റെ വ്യാപ്തമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ മെഴുകുതിരിയുടെ വ്യാപ്തം. ഓക്കെ, വോളിയം ഓഫ് എ സിലിണ്ടറിക്കൽ കാൻഡിൽ. വോളിയം ഓഫ് എ സിലിണ്ടറിക്കൽ കാൻഡിൽ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇപ്പോൾ പൈ ഇൻറ്റു ഇവിടെ ആരം 1 ആണ്, 1 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 8 ആണ്. അപ്പോൾ 8 പൈ എന്ന് കിട്ടും. ഓക്കെ, ദെർഫോർ നമ്പർ ഓഫ് കാൻഡിൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാൻഡിൽസ്, മെഴുകുതിരികളുടെ എണ്ണം എന്ന് പറയുന്നത് മിച്ചമുള്ളത് 192 പൈ ഡിവൈഡഡ് ബൈ 8 പൈ. പൈ ക്യാൻസൽ ആവും. 192നെ 8 കൊണ്ട് ഹരിക്കുക. 192നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 192 ബൈ 8, 2 16 32, 8 32, 28 എണ്ണം കിട്ടും. ഓക്കെ.